Hey, what's up and welcome back guys. അപ്പോൾ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ അതെ രാവിലെ തന്നെ സൈക്കിളായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എവിടെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്രീ ശങ്കരാചാര്യ ബ്രിഡ്ജ് ആട്ടോ. അതായത് കാലടി, നമ്മുടെ അങ്കമാലിക്കൊക്കെ മുമ്പുള്ള കാലടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇപ്പോൾ ഏകദേശം 2.25 മണിക്കൂർ റൈഡ് ചെയ്തു കേട്ടോ. 56 കിലോമീറ്റർ കവർ ചെയ്തു. എങ്ങോട്ടാണ് പോകണതെന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാടുള്ള കൊല്ലംകോട് എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് അവിടെ പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ കാര്യം പറഞ്ഞാൽ ഉച്ചയൊക്കെ ആകുമായിരിക്കും. പക്ഷേ ആക്ച്വലി ആ ഒരു സ്പോട്ടിൽ രാവിലെ അല്ലെങ്കിൽ അവിടുത്തെ വ്യൂ ഒക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. പാലക്കാടിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കൊല്ലംകോടൊക്കെ കേട്ടോ. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ പോകുന്ന പറഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ പോവുകയാണെങ്കിലാണ് കുറച്ചുകൂടെ നല്ല വ്യൂ ഒക്കെ കിട്ടുന്നത്. പക്ഷെ എന്താണെങ്കിലും നമുക്ക് പോയി നോക്കാം. ജിസൺ എന്ന് പറഞ്ഞൊരു ചേട്ടനെ പരിചയപ്പെട്ടു കേട്ടോ. അപ്പം പുള്ളിയായിട്ട് ഇവിടെ ഒരു 10 മിനിറ്റ് സംസാരിച്ചു തന്നു. അപ്പം ഞാൻ ഇൻട്രോ ചെയ്ത സമയത്തുള്ള വെട്ടം നിങ്ങൾ കണ്ടായിരുന്നല്ലോ. 10 മിനിറ്റ് അല്ല, അപ്പോൾ 15 മിനിറ്റ് സംസാരിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇൻട്രോ ചെയ്ത സമയത്തുള്ളൊരു വെട്ടവും ഈ ഒരു ടൈമിലെ വെട്ടവും കൂടെ കണ്ടോ. നൈസ് വ്യൂ കേട്ടോ. അതായത് നമ്മുടെ റെയിൽവേ ബ്രിഡ്ജാണ് പോണത്. അവിടെ ആയിരുന്നു സൺറൈസ്. നേരത്തെ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നല്ല വെട്ടം വന്നു. പിന്നെ ഒട്ടും താമസിക്കുന്നില്ല, നേരെ വിട്ടേക്ക് കേട്ടോ. എന്തിനാണ് ഇവിടെ നിർത്തിയെന്ന് ചോദിച്ചാൽ ഒരു ഫോട്ടോ പിടിക്കാനാട്ടോ. നൈസ് റിവ്യൂ അല്ലേ. അതുകൊണ്ട് അവിടെ സൺറൈസും കാര്യങ്ങളൊക്കെ. നമ്മളിങ്ങോട്ട് സൈക്കിൾ കയറ്റിയപ്പോൾ പൂവൊന്നും കളഞ്ഞില്ല കേട്ടോ. ഇവിടെ ഓൾറെഡി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിലാണ് കയറ്റിയത്. കയറ്റി ഇവിടെ വെച്ചു, ജസ്റ്റ് ഒരു ക്ലിക്ക്. വന്നു നമ്മുടെ ചായക്കട. മധുരം കൂട്ടിയെടുത്തത്, മധുരം നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. എന്ത് പറ്റിയോ, ഇടിച്ചോ? ആണോ? ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ചോരയാന്ന് തോന്നുന്നു കേട്ടോ. വലതേ സൈഡിൽ കുഴപ്പമില്ല. ഏതോ ഒരു വണ്ടി തട്ടിയ പ്രാവാട്ടോ. അതായത് അതിൻ്റെ ഒരു സൈഡിൽ ചെറുതായിട്ട് ചോര പൊടിക്കുന്നുണ്ട്. അപ്പോൾ അത് പറക്കാൻ പറ്റിയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എടുത്തിപ്പുറം കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചതാണ്. അത് ചേട്ടൻ കൊള്ളാട്ടോ. കാരണം പുള്ളി പറഞ്ഞത് അതിങ്ങനെ ഇവിടെ ഇരിക്കുവാണേലേ ഏതെങ്കിലും വണ്ടി കയറിയപ്പോൾ പിന്നെ സങ്കടമാവൂലേ ഇത്. ഹാപ്പിനെസ്. തണുത്ത വെള്ളം, തണുക്കാത്ത വെള്ളം. നമുക്ക് തണുക്കാത്ത വെള്ളം മതി. കാരണം രാവിലെ തണുത്ത വെള്ളം കുടിച്ചാലേ ഇത്രയും കാറ്റും കൂടെ അടിക്കുന്നതുകൊണ്ട് വെറുതെ എന്തിനാ തൊണ്ടയ്ക്ക് പണി ഉണ്ടാക്കി വെക്കണേ. ഇന്നലെ തൃശ്ശൂർ പാലേക്കര ടോൾ എത്തിയിട്ടോ. ഫസ്റ്റ് ടൈമാണ് സൈക്കിൾ കൊണ്ട് ഈ ടോൾ ക്രോസ് ചെയ്യുന്നത്. നമ്മുടെ വാട്ടർ ATM കേട്ടോ. സംഭവമൊക്കെ നൈസാണ്, പക്ഷേ കറണ്ടില്ലേ, വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ കറണ്ടില്ല, സംഭവം ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. അതുകൊണ്ട് നമുക്ക് ഈ പാലേക്കരുടെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് 2ാമത്തെ ചായ. നല്ല ഹെഡ് പെയിൻ ഉണ്ട് കേട്ടോ. ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല. ചെറുതായി കാറ്റിൻ്റെ സൗണ്ട് ക്യാമറയിൽ വരെ കേൾക്കാട്ടോ. പാലക്കാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ നേരെ റിവേഴ്സ് അടിച്ച് റോങ് സൈഡ് ഈ സൈഡിൽ കൂടെ പതിയെ ചോട്ടിക്കൊണ്ട് പോകട്ടോ. സംഭവം അറിയോ,
നമ്മുടെ ബാക്കിലെ പോക്കറ്റിൽ നിന്ന് ഗ്ലാസ് എടുത്തപ്പോഴത്തേനും നമ്മുടെ ഗ്ലൗസ് താഴെ എവിടെയോ വീണ് പോയി. അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോവാ. അധികമൊന്നുമില്ല കേട്ടോ, ഏകദേശം ഒരു 4 കിലോമീറ്റർ അതിരിച്ചുള്ളൂ. അടിപൊളി. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ താഴെ പോകാൻ സൂക്ഷിച്ചിടണം. കുതിരാൻ ടണൽ ഫസ്റ്റ് ടൈമാട്ടോ ഇതിലെ സൈക്കിളിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിന് മുമ്പ് അല്ലാണ്ട് വന്നിട്ടുണ്ടോ. ടണൽ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ടൈം കേട്ടോ ഇതിലെ ബൈ റോഡ് വരുന്നത്. ഞാൻ നിൽക്കുന്ന ചേട്ടൻ സൈനതി, ഞാനിവിടുന്ന് ഒരു സർബത്ത് കുടിച്ചു. പുള്ളി എന്നെ പൈസ കൊടുത്തു കേട്ടോ. കൊല്ലംകോട് എത്തിയില്ല, ഒരു 20 കിലോമീറ്റർ ഇവിടുന്നുണ്ട്. ഞാൻ എവിടുന്ന് വന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് സർബത്ത് കുടിച്ച് നിന്നപ്പോൾ തന്നെ പുള്ളി അറിഞ്ഞ് പൈസ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കേട്ടോ അവരുടെ സന്തോഷം, നാട്ടുകാരുടെ സ്നേഹം. ഇതുകൊണ്ട് ആ ബൈക്കിൽ പോയ പുള്ളിയില്ലേ, ഇത് നമ്മുടെ ക്യാമറയുടെ ചെസ്റ്റോണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത് ഞാൻ ആ കട വെച്ച് മറന്നുപോയി. പുള്ളി ഇത് ബൈക്ക് എടുത്ത് ഫോളോ ചെയ്ത് കൊണ്ട് തന്നു. ഇതാണ് ഈ നാട്ടുകാരുടെ കാര്യം, എല്ലാവർക്കും ഭയങ്കര സ്നേഹം കേട്ടോ. അങ്ങനെ നമ്മുടെ സൈക്കിളിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. നല്ല അടിപൊളി ചേട്ടോ, ഒന്നും പറയാമല്ല. പുള്ളി വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തു തന്നു. 10-20 മിനിറ്റ് എടുത്തതേ ഉള്ളൂ കേട്ടോ. നെൽപ്പാടങ്ങൾ ഇവിടുത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ നെൽപ്പാടങ്ങളല്ല കേട്ടോ. അതുകൊണ്ട് ആ ബാക്കിൽ കാണുന്ന മലകൾ കണ്ടോ, കാണാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ ഈ നെൽപ്പാടങ്ങളുടെ ഇടയ്ക്കൂടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ മലയൊക്കെ കാണുന്നൊരു റൂട്ടുണ്ട് കേട്ടോ. അതാണ് കൊല്ലംകോട് ഫേമസ് ആയിട്ടുള്ളൊരു എന്നാ പറയുന്നത് വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങോട്ടാണ് പോണേ. അപ്പോൾ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് മാറി ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറി കേട്ടോ. അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ എന്തോ കേബിൾ വർക്കൊക്കെ ആയിട്ട് കുഴിച്ചിട്ടേക്കുക. എന്തുകൊണ്ട് ഇപ്പോഴും ആ ദൂരെ ആ മലയിൽ വെള്ളച്ചാട്ടം കാണാം കേട്ടോ, ചെറുതായിട്ട്. കുറച്ച് പൊട്ടിപ്പൊളി കിടക്കുന്ന വഴിയാന്നേ ഉള്ളൂ കേട്ടോ, പക്ഷേ അടിപൊളി റൂട്ടാണ്, നൈസ് വൈബ്. ആ പൊളി. പാലക്കാട് നല്ല ചൂടാന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വലിയ ചൂടൊന്നുമില്ലല്ലോ. ആഹാ, നല്ല വഴി കേട്ടോ. ഇതാണ് ആ പറഞ്ഞ വ്യൂ പോയിന്റ്. കിളികൾ
പാടമൊക്കെ പച്ച നിറത്തിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഒന്നും പറയല്ല, നൈസ് വ്യൂ. ഈ വീടിൻ്റെ നേരെ ബാക്കിലൂടെ നോക്കുമ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ അവിടെയുണ്ട്. ഇപ്പം 173 കിലോമീറ്റർ നമ്മുടെ ഡെസ്റ്റിനേഷൻ റീച്ച്. അപ്പോൾ ഇനി ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ വണ്ടി ഒരു പണിയൊക്കെ തന്നു, പിന്നെ ഗ്ലൗസ് എടുക്കാൻ തിരിച്ചു പോയ വകയിലൊക്കെ ഒരു 1.5 മണിക്കൂർ എന്നാണെങ്കിലും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഗായ്സ് ഇത് കാലടി പാലാട്ടോ. അപ്പോൾ രാവിലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തീർക്കുന്നു. സമയം 10 മണിയായിട്ടോ.